പശ്ചിമേഷ്യൻ മേഖലയിലും റഷ്യ ഉക്രൈൻ മേഖലയിലും വരികയാണ്. പാലസ്തീൻ ജനതയ്ക്ക് ഒരു പ്രത്യേക രാജ്യം ഐക്യരാഷ്ട്ര സഭ മുന്നോട്ടേക്ക് വെച്ച കാഴ്ചപ്പാട് അതായിരുന്നു. അതിനെ പൂർണ്ണമായിട്ടും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രയേലി സേന അധിനിവേശമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് ലോകത്ത് സൃഷ്ടിച്ചത്. ഇസ്രയേലിൻ്റെ ഈ നീക്കങ്ങൾക്ക് അമേരിക്കൻ സാമ്രാജ്യത്വം വലിയ രീതിയിലുള്ള പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ലെബനൻ, സിറിയ എന്നീ രാജ്യങ്ങളുടെ ഭൂപ്രദേശത്ത് ഇസ്രയേലിൻ്റെ ഏകപക്ഷീയമായ ബോംബാക്രമണം, ഹമാസ് നേതാവായ ടെഹ്റാനെ ഹൈനിയെ കൊലപ്പെടുത്തുകയും ചെയ്ത സാഹചര്യം ഈ യുദ്ധത്തെ പശ്ചിമേഷ്യയിലാകെ വ്യാപിപ്പിക്കാനുള്ള നീക്കമായിട്ടാണ് കാണേണ്ടി വരുന്നത്. റഷ്യയെ ദുർബലപ്പെടുത്തി കീഴ്പ്പെടുത്താൻ ഉക്രൈനെ ഉപയോഗപ്പെടുത്തുക എന്ന രീതിയാണ് അമേരിക്ക സ്വീകരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വൻ സഹായങ്ങളാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യം നൽകുന്നത്. അമേരിക്ക നൽകിയിട്ടുള്ള ദീർഘദൂര മിസൈലുകൾ റഷ്യയെ ലക്ഷ്യമാക്കി ഉപയോഗപ്പെടുത്താൻ അവർ അനുവദിച്ചാൽ യുദ്ധം റഷ്യയിലാകെ വ്യാപിക്കുകയും നാറ്റോ സഖ്യശക്തികൾക്കെതിരായ തിരിച്ചടികൾ ഉണ്ടാവുന്ന സ്ഥിതി രൂപപ്പെടുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ ലോകത്തെ യുദ്ധങ്ങൾക്കും സാമ്രാജ്യത്വ കടന്നാക്രമണങ്ങൾക്കുമെതിരെ ഇസ്രയേലി അധിനിവേശം ശക്തിപ്പെടുത്തിയ ഒക്ടോബർ 7-ാം തീയതി ഒരു കൊല്ലം ആവുകയാണ്. അതുകൊണ്ട് ഒക്ടോബർ 7-ാം തീയതി യുദ്ധവിരുദ്ധ ദിനമായി ആചരിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഈ സംബന്ധിച്ച് വിപുലമായ സമ്മേളനങ്ങൾ, യുദ്ധത്തിനെതിരായി സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടുള്ള ക്യാമ്പയിനുകൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ വിഭാഗങ്ങളുമായി ചേർന്ന് നടത്താനാവണം എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചത്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, രാജ്യത്തിൻ്റെ ഫെഡറലിസം തകർക്കുന്ന വിധം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന കാഴ്ചപ്പാട് അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തിനെതിരായി ഇതെല്ലാം യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് അവരുടെ പ്രധാന അജണ്ടയോടൊപ്പം ചേർത്തുകൊണ്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതിനെതിരായി അതിശക്തിയായിട്ടുള്ള ക്യാമ്പയിൻ നമുക്ക് സംഘടിപ്പിക്കാൻ ആവണം. അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിലക്കുറവ് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക്. എന്നാൽ ചില്ലറ വിൽപ്പനയിൽ വിലയിലൊരു മാറ്റവും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം തൊഴിലില്ലായ്മ അതിഭീകരമായ രീതിയിൽ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ്. സ്വകാര്യവൽക്കരണ നയങ്ങളും ഇതിനോടൊപ്പം തന്നെ ശക്തിപ്പെടുകയാണ്. ഇതിനെതിരായി ജനങ്ങളെ അണിനിരത്താനുള്ള ക്യാമ്പയിനും സംഘടിപ്പിക്കണം. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ, പെൺകുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളും രാജ്യത്താകമാനം വ്യാപകമാകുകയാണ്. ഇതും ശക്തിയായി പ്രതിരോധിക്കേണ്ടുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള കേന്ദ്ര മുദ്രാവാക്യങ്ങളും
അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് യാതൊരു തരത്തിലുള്ള പ്രത്യേക ഫണ്ടും കേന്ദ്ര ഗവൺമെൻറ് ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളുമെല്ലാം ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തോടുള്ള അവഗണന ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഒക്ടോബർ 15 മുതൽ നവംബർ 15 വരെ കേരളത്തിലുടനീളം പ്രചാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുകയുണ്ടായി. ഇപ്പോഴും ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളുമാണ് നടന്നു വരുന്നത്. ഒക്ടോബറോടുകൂടി ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയാവും. സെപ്റ്റംബർ അവസാനിക്കുന്ന ഘട്ടമായപ്പോൾ പരിശോധിച്ചപ്പോൾ മിക്കവാറും ബ്രാഞ്ച് സമ്മേളനങ്ങൾ അപൂർവം ജില്ലകളിൽ ഒഴിച്ച് ബാക്കി പൂർത്തിയായിട്ടുണ്ട്. 38,000 ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് ഏതാണ്ട് പൂർത്തിയാകുന്ന ഘട്ടത്തിലേക്ക് വരുന്നത്. മാധ്യമങ്ങളെല്ലാം ബ്രാഞ്ച് സമ്മേളനങ്ങൾ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലപോലെ ബ്രാഞ്ച് സമ്മേളനത്തിന് പ്രചരണം നൽകിയിട്ടുണ്ട്. ഇനി ലോക്കൽ സമ്മേളനം വരുമ്പോൾ ലോക്കൽ സമ്മേളനത്തെയും ഒക്ടോബറിലാണ് ലോക്കൽ സമ്മേളനം നടക്കുക. അതിനെ തുടർന്ന് ഏരിയ സമ്മേളനങ്ങളും നവംബറോടുകൂടി നടക്കാൻ പോവുകയാണ്. ഡിസംബറിലാണ് ജില്ലാ സമ്മേളനം ആരംഭിക്കുക. അപ്പോൾ ജില്ലാ സമ്മേളനവും ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കേരള രാഷ്ട്രീയ സ്ഥിതിഗതികളെ സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റി പരിശോധിക്കണമെന്ന് തീരുമാനിച്ചത്. CPIM-നെതിരായും പാർട്ടി നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ ഗവൺമെൻറ്റും അതിനെതിരായിട്ടെല്ലാം അതിശക്തിയായ പ്രചരണം സംഘടിപ്പിക്കുന്ന സാഹചര്യത്തിലാണ്. അതിൽ പ്രധാനമായിട്ടും മാധ്യമങ്ങളാണ്. പ്രചരണം സംഘടിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഈ സാഹചര്യത്തെ ഞങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു. വർത്തമാനകാല രാഷ്ട്രീയ സ്ഥിതിഗതികളും പാർട്ടിയുടെ സമീപനങ്ങളും എന്ന ഒരു രേഖ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത് അംഗീകരിച്ചിട്ടുണ്ട്. 2-3 മാസം കഴിയുമ്പോഴാണ് മനോരമയും മാതൃഭൂമിയെല്ലാം ഈ രേഖയുടെ ഭാഗങ്ങൾ പിന്നീട് പ്രസിദ്ധീകരിക്കുക. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഞാൻ പറയുകയാണ്, അവസാനത്തേക്ക് നിൽക്കേണ്ട കാര്യമില്ല. പാർട്ടിയിലുടനീളം ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള തീരുമാനവും സംസ്ഥാന കമ്മിറ്റി എടുത്തിട്ടുണ്ട്. അല്ല, പൊതുരാഷ്ട്രീയ സ്ഥിതിയല്ല, വർത്തമാനകാല രാഷ്ട്രീയ സ്ഥിതിഗതികളും പാർട്ടിയുടെ സമീപനവും, ഇതാണ് ആ രേഖയുടെ പേര്. അവതരിപ്പിച്ച് അംഗീകരിച്ചു. അതിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരെ ജനാധിപത്യ വിരുദ്ധരെ, അങ്ങനെയാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് മുദ്ര കുത്തുന്നത്. ആ സമീപനമാണ് വലതുപക്ഷ മാധ്യമങ്ങൾ പൊതുവിൽ സ്വീകരിക്കുന്നത്. എന്നാൽ വാസ്തവത്തെ ഉൾപ്പെടെയുള്ള അമിതാധികാര പ്രവണതക്കെതിരെ ലോകത്തെമ്പാടും പൊരുതിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നുള്ളതാണ് ചരിത്രം. ഹിറ്റ്ലറെ പോലും മുട്ടുകുത്തിക്കുന്നതിന് വേണ്ടി സാധിച്ചത് സോവിയറ്റ് റഷ്യയിൽ വെച്ചാണ്. കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതം തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് അന്നത്തെ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായ യുദ്ധം മുന്നേറിയത്. അപ്പോൾ ഹിറ്റ്ലറെ പരാജയപ്പെടുത്തിയെന്ന് മാത്രമല്ല, വർത്തമാനകാലത്ത് ഫ്രാൻസിലും ബ്രിട്ടനിലും ജനാധിപത്യത്തെ സംരക്ഷിച്ച് നിർത്തിയത് ഇടതുപക്ഷം സ്വീകരിച്ച രാഷ്ട്രീയ നിലപാട് കൊണ്ടാണ് എന്ന് കാണാം. ഫ്രാൻസിൽ പ്രത്യേകമായിട്ടും അതെ, ബ്രിട്ടനിൽ ലേബർ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് കാര്യങ്ങൾ നടന്നത്. അതിനാൽ ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികൾ ഇടതുപക്ഷത്തെ ശക്തിയായി എതിർക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ മോഹൻ ഭഗവത് തന്നെ പറഞ്ഞത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ഇടതുപക്ഷമാണ് എന്നാണ്. ഇടതുപക്ഷത്തോടുള്ള വിരോധത്തിൻ്റെ അടിസ്ഥാനം
അവരിപ്പോഴും മോഹൻ ഭഗത് പറയുന്നതല്ല, മുമ്പ് തന്നെ കൃത്യമായിട്ട് ഗോൾവാൾക്കർ എഴുതി വെച്ചതാണ്. ഞങ്ങളുടെ പൊതു ശത്രുക്കൾ അത് 3 അത് 1 മുസ്ലിം, 2 ക്രിസ്ത്യൻ, 3 കമ്മ്യൂണിസ്റ്റ്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നൽ ഇടതുപക്ഷത്തിനെതിരായിട്ടാണ്, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കേരളമാണ് എന്ന് മോഹൻ ഭഗത് തന്നെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെതിരായി അതിശക്തിയായ പ്രതിഷേധവും ജനവികാരവും ഉയർത്തിക്കൊണ്ടുവരണം എന്ന് തന്നെയാണ് കാണുന്നത്. അത് അയോധ്യയിലെ പ്രതിഷ്ഠ, അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഉദ്ഘാടനം, ഇടതുപക്ഷ തീരുമാനം രാജ്യത്തെ മതനിരപേക്ഷതയെ സംരക്ഷിക്കുന്നതിനുള്ള പ്രധാന നിലപാടായിട്ട് മാറിയിരുന്നു. കോൺഗ്രസ് ഉൾപ്പെടെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അവരെല്ലാം പങ്കെടുക്കുന്ന ഒരു തീരുമാനത്തിലെത്തുന്നതിനിടയിലാണ് CPIM-ഉം ഇടതുപക്ഷ പാർട്ടികളും വ്യക്തമായിട്ട് ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. ആ നിലപാട് ഇന്ത്യ വേദിക്ക്, ഇന്ത്യ ബ്ലോക്കിന് മതനിരപേക്ഷ മുഖം നൽകാനും BJP-യുടെ മതരാഷ്ട്രവാദത്തെ തടയിടാനും കഴിയുന്ന സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ BJP-ക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. ഒരു കൂട്ടുമന്ത്രിസഭയാണ് നിലനിൽക്കുന്നത്. മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുക എന്നത് എല്ലാ വർഗീയ ശക്തികളുടെയും ആവശ്യമാണ്, അവരുടെ മുദ്രാവാക്യമാണ്. എല്ലാ വർഗീയ ശക്തികളും എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഉൾപ്പെടെയാണ്. ആഗോളവൽക്കരണ നയങ്ങളെ ഫലപ്രദമായിട്ട് പ്രതിരോധിച്ച് ബദൽ നയങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് ശക്തികളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ തകർക്കുക എന്നതും അവരുടെ നയമാണ്. ഇതെല്ലാം തമ്മിലുള്ള ഒരു പരസ്പര ബന്ധം കേരളത്തിൽ LDF സർക്കാരിനെതിരെ അതിശക്തിയായ ആക്രമണം നടത്തുന്നതിന് ഇടയാക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള സംഭവങ്ങൾ പരിശോധിച്ചാൽ പാർലമെന്റിൽ തെരഞ്ഞെടുപ്പിൽ നിന്നുണ്ടായ തിരിച്ചടി അത് മറികടന്ന് മുമ്പോട്ടേക്ക് പോകാനുള്ള ശ്രമമാണ് ഞങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി നടത്തിയിട്ടുള്ളത്. അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നത് സർക്കാരിൻ്റെ ബാധ്യതയാണ് എന്ന് ഗവൺമെൻറ് അംഗീകരിച്ചുകൊണ്ട് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും ദുർബലമായ ജനവിഭാഗങ്ങൾക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിൽ ഫലപ്രദമായ ഇടപെടൽ ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായി. വലിയ സംതൃപ്തിയാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഉണ്ടായത്. വിലക്കയറ്റം സാധാരണ നിലയിൽ ഉയർന്നു വരുന്ന ഒരു ഘട്ടമാണ് ഓണക്കാലം. എന്നാൽ ഇപ്രാവശ്യത്തെ ഓണക്കാലം വിലക്കയറ്റമില്ലാത്ത ഒരോണം, അത് ജനങ്ങൾക്ക് ആഘോഷിക്കാൻ അത്തരത്തിലുള്ള നിലപാടുകൾ കൊണ്ട് പൊതുവിതരണ സംവിധാനത്തിൽ ഉൾപ്പെടെ ഇടപെട്ടതിൻ്റെ ഭാഗമായി സർക്കാരിന് കഴിഞ്ഞു. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏവരെയും അംഗീകാരം നേടിയെടുക്കുന്ന നിലപാടായി ഗവൺമെൻറ്റിൻ്റെത്. കേരളീയരെ എല്ലാവരെയും ഒറ്റക്കെട്ടായി നിർത്തി എല്ലാ തരത്തിലും ദുരിതാശ്വാസ പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിന് കഴിഞ്ഞു. പാർട്ടിയും സർക്കാരും ജനങ്ങളുടെ അംഗീകാരം നേടിയെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് തുടർച്ചയായ അക്രമങ്ങൾ ഇപ്പോഴും പാർട്ടിക്കും ഗവൺമെൻറ്റിനെതിരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുർബലപ്പെടുത്താൻ അതിൻ്റെ നേതൃത്വത്തെ കടന്നാക്രമിക്കുക എന്ന നയമാണ് വലതുപക്ഷ ശക്തികൾ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്.
അതിനായുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായുള്ള പ്രചരണത്തിന് മാധ്യമങ്ങളും ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ രേഖ നിർവഹിക്കുന്നത്. മതരാഷ്ട്രവാദം മുന്നോട്ടേക്ക് വെക്കുമ്പോൾ അതിനെതിരായ ശക്തമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. ഇതിൻ്റെ ഫലമായി മതനിരപേക്ഷ ശക്തികളിലും ന്യൂനപക്ഷ വിഭാഗങ്ങളിലും വലിയ അംഗീകാരം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് CPIM RSS ബന്ധം സന്ധി എന്നൊക്കെ പ്രചാരവേല സംഘടിപ്പിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് മുന്നോട്ടേക്ക് പോകാൻ അത് സംബന്ധിച്ചുള്ള ആശയ പ്രചാരവേലയെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഈ രേഖ അനിവാര്യമായ നിലപാടുകൾ സ്വീകരിക്കുകയാണ്. തൃശ്ശൂരിലെ പരാജയവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരുതരം ചർച്ച BJP വിജയത്തിന് ഇടതുപക്ഷമാണ് കളമൊരുക്കിയത് എന്ന പ്രചരണം തൃശ്ശൂർ പരാജയവുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ കോണുകളിൽ നിന്ന് ശക്തിയായിട്ട് ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് എന്ന കാര്യം ഞങ്ങൾ തന്നെ പല പ്രാവശ്യം പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പറയുന്നതൊന്നും മുഖവിലക്കെടുക്കാൻ തയ്യാറില്ല. അവരുടേതായ പഴയകാല പ്രചരണങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ UDF വോട്ടുകൾ BJPക്ക് ലഭിച്ചതാണ് വിജയത്തിനുള്ള പ്രധാന കാരണം. ഞാനതിൻ്റെ കണക്ക് വീണ്ടും ആവർത്തിക്കുന്നില്ല. 86,000-ലധികം വോട്ടാണ് കോൺഗ്രസിന് കുറഞ്ഞത്. ഞങ്ങൾക്ക് 18,688 വോട്ട് കൂടുതൽ കിട്ടി. എന്നാൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ചില വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. 74,000 വോട്ടിന് BJP ജയിക്കുന്നത് പ്രധാനമായും കോൺഗ്രസിൻ്റെ ക്രിസ്ത്യൻ വോട്ട് ഉൾപ്പെടെയുള്ള വോട്ട് BJPക്ക് അനുകൂലമായിട്ട് മാറിയ പശ്ചാത്തലത്തിലാണ്. അതാണ് തൃശ്ശൂർ പരാജയമെന്ന് അവർ തന്നെ നിശ്ചയിച്ചിട്ടുള്ള കമ്മീഷൻ റിപ്പോർട്ട് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പുറത്തുവിടാൻ അവർ തയ്യാറില്ല. പക്ഷേ വസ്തുതാപരമായി കാര്യങ്ങൾ അവർ കണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് തൃശ്ശൂർ DCC പ്രസിഡന്റിന് സ്ഥാനചലനം ഉണ്ടായതും മറ്റൊരു ജില്ലയിൽ നിന്നുള്ള പ്രസിഡന്റിനെ അവിടെ കൊണ്ടുവരേണ്ടി വരികയും ചെയ്തത്. അപ്പോൾ പരാജയപ്പെട്ടതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് കമ്മീഷൻ കോൺഗ്രസ് നിയോഗിച്ചതും അതിൻ്റെ പേരിലുള്ള സംഘർഷങ്ങളും നാട്ടിൽ പാട്ടായിട്ടുള്ളതുമാണ് എന്ന് നമുക്ക് അറിയാം. എന്നിട്ടും CPIMനെ കുറ്റപ്പെടുത്തി അതിൻ്റെ മതനിരപേക്ഷ ഉള്ളടത്തെ തമസ്കരിക്കുക എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടിലുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെയും ന്യായമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി നേരത്തെ തന്നെ സ്വീകരിച്ചത്. ഇവയെല്ലാം പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്ന കാര്യം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്, പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ഉൾപ്പെടെ. ഇത്തരത്തിൽ കാര്യമായ നിലപാടാണ് പാർട്ടി. കേരളത്തിലെ പോലീസ് സേന അതിൻ്റെ പ്രവർത്തനം വളരെ വ്യക്തതയോടുകൂടി പരിശോധിച്ചാൽ ഇന്ത്യയിലെ മികച്ച പോലീസ് സംവിധാനമാണ് കേരളത്തിൽ ഉള്ളത്. ഈ പോലീസ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില ആളുകൾക്ക് നേരെ നടത്തിയ കടന്നാക്രമവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചു വന്ന MLA അൻവർ സംസാരിക്കുന്നത്. കേരള പോലീസ് അഴിമതി മുതൽ അതിൻ്റെ വികസന മുഖം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ അഴിമതി വിമുക്തമായ ഒരു പോലീസ് സംവിധാനം നിലനിൽക്കണം എന്നാണ് കേരളം ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്രമസമാധാന നില
നിലനിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. കുറ്റാന്വേഷണത്തിൽ അതിൻ്റെ കാര്യത്തിലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനവും നിലനിൽക്കുന്നത് കേരളത്തിലാണ് എന്ന് വിവിധ ഏജൻസികൾ കൃത്യമായിട്ട് വിശകലനം ചെയ്തതാണ്. പോലീസ് സംവിധാനത്തെ ഒരു ജനകീയ സേന എന്ന രീതിയിൽ കൈകാര്യം ചെയ്യുക, മാറ്റുക, ആ രീതിയിലുള്ള ഇടപെടലാണ് പിണറായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. സ്വാഭാവികമായും നമുക്കറിയാം, പ്രളയങ്ങളും ഓഖി, കോവിഡ് തുടങ്ങിയ ദുരന്തങ്ങളിൽ, പിന്നീടുണ്ടായ വയനാട് ദുരന്തത്തിലും പോലീസ് സേന വഹിച്ച പങ്ക് ആർക്കും വിസ്മരിക്കാൻ സാധിക്കുന്നതല്ല. ഏറ്റവും ശക്തിയെ വിമർശിക്കുന്ന മാധ്യമങ്ങൾക്ക് പോലും ഈ ജനങ്ങളുടെ ജീവിത ദുരിതങ്ങളിൽ ഇടപെട്ട പോലീസ് മാത്രമല്ല, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള വിഭാഗത്തെ തള്ളിപ്പറയാൻ സാധിക്കുന്ന ഒന്നല്ല. ജനങ്ങളെ സംരക്ഷിക്കുന്ന ഈ പ്രവർത്തനത്തിനിടയിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 18 പോലീസുകാരാണ് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത് എന്ന് നമ്മൾ കാണുന്നു. കേരളത്തിൽ വർഗീയ സംഘർഷവും അതിൻ്റെ ഭാഗമായിട്ടുള്ള വർഗീയ സംഘടനകളും സൃഷ്ടിക്കുന്നതിനുള്ള പരിപാടികൾ പല ഘട്ടത്തിലും ശ്രദ്ധാപൂർവം വർഗീയ ശക്തികൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം തടയുന്നതിന് ശക്തിയുള്ള, കരുത്തുള്ള ഒരു സേന എന്ന നിലയിൽ തന്നെയാണ് കേരള പോലീസ് പ്രവർത്തിച്ചത്. ഹിന്ദു വർഗീയ ശക്തികൾ ഒരു പ്രചാരവേലയും നടത്താതെ, എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ആയിരങ്ങളെ അണിനിരത്തി കലാപത്തിന് ശ്രമിച്ചപ്പോൾ അത് തിരിച്ചറിഞ്ഞ് ഇടപെട്ടതും കേരള പോലീസായിരുന്നു എന്നുള്ളതാണ് സത്യം. വാട്സപ്പ് ഹർത്താൽ തടഞ്ഞ് അതും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ജാഗ്രത തന്നെയാണ്. പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ RSSും അതുപോലെ തന്നെ SDPIയും അങ്ങോട്ടും ഇങ്ങോട്ടും മണിക്കൂറുകൾ വെച്ച് കൊലപാതകം സംഘടിപ്പിച്ചു. RSകാരനെ കൊന്നാൽ അപ്പോൾ തന്നെ SDPIക്കാരനെ കൊല്ലുക, SDPIക്കാരനെ കൊല്ലുമ്പോൾ RSകാരനെ കൊല്ലുക. ഇതായിരുന്നു ആലപ്പുഴയിലും അതുപോലെ പാലക്കാടും കണ്ട കാഴ്ച. വളരെ ശക്തമത്തായ പാർട്ടി ഇടതുപക്ഷ സാന്നിധ്യവും ഇടപെടലും വർഗീയ ശക്തികൾക്കെതിരായിട്ട് ജാഗ്രത പുലർത്തേണ്ടുന്ന പോലീസിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ജാഗ്രതയും കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു വർഗീയ കലാപത്തിലേക്ക്, കത്തിപ്പാടുന്ന ഒരു വർഗീയ സംഘർഷത്തിലേക്ക് ഈ 2 ജില്ലയും പോകാതിരുന്നത് എന്നുള്ളത് സത്യം. അതുപോലെ തന്നെ കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള ചോദ്യമ്പോഴും കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണക്കള്ളക്കടത്ത് പ്രശ്നം ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് മാറുന്ന നിലവരെ ഉണ്ടായി. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അപകടത്തിൽ 5 പേരാണ് മരണപ്പെട്ടത്. കള്ളക്കടത്ത് എന്ന് പറയുമ്പോൾ 2 രീതിയിലാണ് കാണേണ്ടത്. ഒന്ന്, കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങി സ്വർണവുമായി പുറത്തു വരാനുള്ള സൗകര്യം യഥാർത്ഥത്തിൽ ഒന്നാമത്തെ കുറ്റവാളി അവിടെ കൈകാര്യം ചെയ്യേണ്ടുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സംവിധാനം കസ്റ്റംസ്, ആ കസ്റ്റംസിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്റെ കൂടി പിന്തുണയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള സ്വർണം പുറത്തേക്ക് വരുന്നില്ല. എങ്ങനെയാണ് സ്വർണം പുറത്തേക്ക് വരിക? സ്വർണം പുറത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും പോലീസിന് ആ സ്വർണം പിടിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ പിടിച്ചെടുത്തുകൊണ്ടാണ് നിരവധി സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ക്രമസമാധാന പ്രശ്നമായി മാറിയ സാഹചര്യത്തിൽ പോലീസിന് ഇടപെടാതിരിക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതി വന്നു. ആ ദൗത്യത്തിലാണ് ആ ദൗത്യമാണ് പോലീസ് നിർവഹിച്ച് കൊണ്ടിരുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ അൻവർ വലിയ രീതിയിലുള്ള കുരിശുയുദ്ധം സംഘടിപ്പിക്കുന്നത്. കള്ളക്കടത്തിന്റെ ഭാഗമായി, പൊട്ടിക്കൽ പ്രശ്നത്തിന്റെ ഭാഗമായിട്ടുള്ള ചിലരെ ആളുകളെയാണ്
സാക്ഷിയായിട്ട് അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇതെല്ലാമാണ് എങ്കിലും പോലീസിന്റെ ഭാഗമായി കേരളീയ സമൂഹത്തിൽ പൊതുവേ ഉള്ളതിൻ്റെ എല്ലാം അലയൊലി പോലീസ് സൈന്യത്തിലും ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പല വിഭാഗത്തിലും പോലീസിൽ സ്വാധീനമുണ്ട്. റിട്ടയർമെന്റിന് ശേഷം വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധം സ്ഥാപിച്ച് അവർ പ്രവർത്തിച്ചു വരുന്നുമുണ്ട്. എന്നാൽ ഒരു DGP തന്നെ സംഘപരിവാറിന്റെ പാളയത്തിലെത്തപ്പെട്ടത് UDFന്റെ കാലത്തായിരുന്നു എന്ന് ഓർക്കണം. എന്നിട്ടും സംഘപരിവാർ ബന്ധം UDFന്റെ പോലീസിൽ ആരോപിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായില്ല. വളരെ പ്രധാനപ്പെട്ട വേറൊരു പ്രശ്നം ഉയർന്നു വന്നിട്ടുള്ളത് ADGP അജിത് കുമാറിനോട് സ്വീകരിച്ച നിലപാടുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം വന്നാൽ ഉടൻ നടപടിയെടുക്കുക എന്നത് ഭരണത്തെ ബാധിക്കുന്ന തെറ്റായ കീഴ്വഴക്കമായിരിക്കും. എന്നാൽ തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന ആരായാലും, ഏതുയർന്ന ഉദ്യോഗസ്ഥനായാലും സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തുകയും കുറ്റക്കാരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ കർക്കശമായ നടപടി സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏത് ഗവൺമെന്റും ചെയ്യേണ്ടുന്ന ഏറ്റവും ശരിയായ മാതൃക. ഈ മാതൃകയാണ് അതിശക്തിയായിട്ട് കേരള മാധ്യമങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഇത് പറ്റില്ല, ഇപ്പം തന്നെ നടപടി വേണമെന്നാണ് അൻവർ ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഒപ്പമാണ് മാധ്യമങ്ങളും നിൽക്കുന്നത്. പിന്നീട് RSS നേതാക്കളുമായി ADGP അജിത് കുമാറിൻ്റെ കൂടിക്കാഴ്ച സ്വാഭാവികമായിട്ടും സർക്കാർ അന്വേഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. ഒരു മാസമാണ് അന്വേഷണത്തിന് സമയം നൽകിയിട്ടുള്ളത്. ഏതാണ്ട് അതിൻ്റെ അവസാനത്തെ ദിവസത്തിലേക്ക് വരികയാണ്. ആ അന്വേഷണ റിപ്പോർട്ട് കൂടി കിട്ടിയാൽ എന്തൊക്കെ കാര്യങ്ങളാണ് വസ്തുതാപരമായിട്ട് ശരിയെന്ന് മനസ്സിലാക്കി ഫലപ്രദമായി ആർക്കെതിരായിട്ടാണോ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളും ആക്ഷേപങ്ങളും അത് ശരിയായാൽ കർക്കശമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നതിന് ഗവൺമെന്റ് മുഖം നോക്കേണ്ട കാര്യമില്ല. ആരായാലും ആ നിലപാട് സ്വീകരിച്ച് പോകണം എന്ന് തന്നെയാണ് പാർട്ടി കണ്ടിട്ടുള്ളത്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇതേപോലെ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണമായിട്ട് ഉപയോഗിക്കുകയാണ്. ഈ വർഷം പൂരം നടത്താൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഘട്ടത്തിലായിരുന്നു ആ പൂരം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ തൃശൂർ പൂരം ഈ ഒരു പശ്ചാത്തലത്തിൽ അലങ്കോലമാക്കാനുള്ള ശ്രമം തൃശൂരിൽ RSSന്റെ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് ഇപ്പോഴ് പകൽ വെളിച്ചം പോലെ വ്യക്തമായി വരികയാണ്. അപ്പോൾ RSSന്റെ രാഷ്ട്രീയ താല്പര്യമാണ് ഇത്തരമൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പൂരത്തെ എത്തിച്ചത് എന്നാണ് കാണുന്നത്. അന്വേഷണ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നാണ് കണ്ടത്. അത് ഇന്നലെ മുഖ്യമന്ത്രി 3 തരത്തിലുള്ള അന്വേഷണത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ആ 3 തരത്തിലുള്ള അന്വേഷണവും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് ആ അന്വേഷണത്തെ സംബന്ധിച്ച് അതിൻ്റെ പിന്നിൽ നടന്ന ഗൂഢാലോചനയുണ്ട്, ഉദ്യോഗസ്ഥന്മാരുടെ നിലപാടുണ്ട്, ADGPയുമായിട്ട് ബന്ധപ്പെട്ട് DGP കൊടുത്ത കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ളൊരു അന്വേഷണം വളരെ ഫലപ്രദമായിട്ട് നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആവശ്യമായ നിലപാട് അതിൻ്റെ തുടർച്ചയായിട്ട് വരികയും ചെയ്യും. ദ ഹിന്ദു പത്രവുമായി നടത്തിയ അഭിമുഖത്തിൽ പലതും പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുകയും അതിന് പത്രം തന്നെ ഖേദം രേഖപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരിന് ഒരു PR ഏജൻസി ഉണ്ട് എന്നുള്ള പ്രചാരവേല നടത്തി അതിൻ്റെ ഭാഗമായിട്ട് ആരാണ് PR-നെ നിശ്ചയിച്ചത്, അവർക്ക് എത്രയാണ് ശമ്പളം, എത്രയാണ് പണം കൊടുക്കുന്നത് തുടങ്ങിയിട്ടുള്ള 10 ചോദ്യം മലയാള മനോരമ ഇന്നലെ ഉന്നയിക്കുകയുണ്ടായി. അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, ഒരു PR സംവിധാനവും ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഇല്ല. അതോടുകൂടി 10 ചോദ്യത്തിൻ്റെയും ഉത്തരമായി. ഒറ്റ ഉത്തരവേ ഉള്ളൂ. അങ്ങനെ ഒരു PR സംവിധാനം ഉണ്ടായിരുന്നില്ല.
ഈ കാര്യം അസന്നിഗ്ധമായി സഖാവ് പിണറായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷവും സംശയങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങളും ഉത്തരവുമായി മുമ്പോട്ടേക്ക് പോകുന്ന സ്ഥിതിയാണ് പിന്നീട് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. സഖാവ് പിണറായി കൃത്യമായിട്ട് പറഞ്ഞു, എല്ലാവർക്കും അറിയുന്നതാണ് ദേവകുമാറെന്ന്. ഞങ്ങളെല്ലാം ഒന്നിച്ച് സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ള സംഘടനാ പ്രവർത്തനത്തിലുള്ളവരായിരുന്നു. മാത്രമല്ല, അസംബ്ലിയിൽ ഞാനുള്ളപ്പോൾ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു, MLA ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ സുബ്രഹ്മണ്യം ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരാളാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനാണ്. നല്ല സൗഹൃദമുണ്ട്, മുഖ്യമന്ത്രിയായിട്ടുണ്ട്, ഞങ്ങളെല്ലാമായിട്ട് സൗഹൃദമുണ്ട്. അപ്പോഴാണ് ദ ഹിന്ദുവായിട്ട് ഒരു അഭിമുഖത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്. ആ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയും അഭിമുഖം നടത്തുകയും എന്നാൽ തെറ്റായ രീതിയിൽ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തപ്പോൾ ഹിന്ദു പത്രം തന്നെ അത് ഖേദം പ്രകടിപ്പിക്കുന്നതല്ല സ്വീകരിക്കുകയും ചെയ്തതോടുകൂടി അവസാനിക്കേണ്ട കാര്യം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മൂത്ത മാധ്യമ ശൃംഖല അതിശക്തിയായിട്ട് അത് ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രചാരണം നടത്തി ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഉത്തരം കിട്ടിയാലും മുമ്പ് പിണറായിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്താ? ചിരിക്കുന്നില്ല. എന്തൊരു മനുഷ്യനാണ്, ചിരിയില്ല. ഇപ്പോഴേ ഇന്നലത്തെ വിമർശനം എന്താ? എന്തൊരു ചിരിയാ ഇത് ചിരിയാണോ എന്നാണ്. എന്നിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ വിമർശനവും പരിഹാസവും എന്ന് പറഞ്ഞാൽ എന്താണ് പിടിവള്ളിയായിട്ട് കിട്ടുക? ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്നും. അപ്പോൾ അത് തുറന്നു കാണിക്കപ്പെടുമ്പോൾ അപ്പോൾ വിചാരിക്കും ഇതോടെ അവസാനിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് 4 ദിവസം കഴിയുമ്പോൾ വേറെ ഒന്നും. അത് കഴിഞ്ഞ് അത് പരിഹാസ്യമാവുകയും തുറന്നു കാണിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അടുത്ത വേറെ. ഇതൊരു പ്രക്രിയയായിട്ട് തുടർന്ന് പോവുകയാണ്. ഇത് 1950 VMSന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ സാമ്രാജ്യത്വ പിന്തുണയോടുകൂടി നടത്തിയ വിമോചന സമരം കോടിക്കണക്കിന് ഉറുപ്പിക കൈപ്പറ്റി എന്ന് പിന്നീട് കോൺഗ്രസ് നേതാക്കന്മാരെന്നെ പറഞ്ഞല്ലോ. അമേരിക്കൻ CIA പണം കിട്ടിയിട്ടുണ്ട് എന്ന് വയലാർ രവി എഴുതിയ പുസ്തകത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് രണ്ടാം ഘട്ട LDF ഗവൺമെന്റ് വന്നതിന് ശേഷം ഇവിടെ ഈ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒരുപാട് മഴവിൽ സഖ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എല്ലാം കൂടി എല്ലാ വർണ്ണങ്ങളും അതിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. എല്ലാ വർണ്ണവും അതെല്ലാം ചേർന്നിട്ടുള്ള ഒരു സഖ്യമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ രണ്ടാം പിണറായി ഗവൺമെന്റിനെ നേരിടുന്നതിന് വേണ്ടി എല്ലാ കള്ളപ്രചരണങ്ങളും അർദ്ധസത്യങ്ങളും സത്യങ്ങളുടെ ചില അംശങ്ങളും എല്ലാം ചേർത്ത് പത്രപ്രവർത്തനത്തിൻ്റെ ഒരു ധാർമ്മികതയും ഇല്ലാതെ, പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ചാനൽ പ്രവർത്തനം ഉൾപ്പെടെയാണ് ഉദ്ദേശിക്കുന്നത്, ഇതെല്ലാം നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. ചാനൽ വേണ്ട കാര്യമില്ല, അതല്ല ഇതിൻ്റെ കൂടെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ മതരാഷ്ട്ര ശക്തികൾക്കെതിരായ നിലപാട് പിണറായി ശക്തിയായി സ്വീകരിക്കുന്നു എന്നത് തന്നെയാണ് ഇത്തരത്തിലുള്ള കടന്നാക്രമണത്തിൻ്റെ അടിസ്ഥാനമായിട്ട് കാണുന്നത്. കേരളത്തിൽ ഇനി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മുഖ്യമന്ത്രിയാവില്ല എന്ന് ആന്റണിയുടെ വാദം, അല്ലെങ്കിൽ പണ്ട് മനോരമ പറഞ്ഞ വാദം ഇപ്പോൾ അൻവറും മുമ്പോട്ടേക്ക് വെക്കുകയാണ്. ഈ രീതിയിൽ എല്ലാ അർത്ഥത്തിലും ഈ പ്രചാരവേല മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇപ്പോൾ വരികയാണ്. അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വത്തെ തന്നെ കടന്നാക്രമിക്കുക എന്നുള്ളത് തന്നെയാണ്, മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം. അതുകൊണ്ട് പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കാനുള്ള നിരവധിയായ ശ്രമങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ വർഗീയ രാഷ്ട്രീയ പ്രചരണം, ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കും എന്ന് പറഞ്ഞ് അൻവർ മുന്നോട്ടേക്ക് പോകുമ്പോൾ മലപ്പുറം ജില്ലാ സെക്രട്ടറിയെ RSSകാരനാണെന്നാണ് വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചത്. നട്ടാൽ പൊടിക്കാതെ കളവ്. മോഹൻദാസിനെ പോലെയുള്ള പാർട്ടി ജില്ലാ സെക്രട്ടറിയെ സംബന്ധിച്ച് പറയുകയാണ്. പിന്നെ എത്രയോ മതവിശ്വാസികൾ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിലകൊള്ളുന്നുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ മതവിശ്വാസികൾക്ക് CPIMൽ ഒന്നും ചെയ്യാനാവില്ല എന്ന കള്ളപ്രചാരവേല 8 കൊല്ലത്തിന് ശേഷം അൻവർ ആവർത്തിക്കുകയാണ്. ഇതെല്ലാം ദുഷ്ടലാക്കോടുകൂടിയുള്ള വർഗീയ നിലപാടാണ്. ഈ വർഗീയ സമീപനത്തെ അതിശക്തിയായിട്ട് എതിർക്കണം. വിശ്വാസി അവിശ്വാസി സംഘർഷമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭാവനം ചെയ്യുന്നത്, വർഗസമരാണ്. അതുകൊണ്ട് വിശ്വാസിയാണോ അല്ലയോ എന്നുള്ള ചോദ്യം ഞങ്ങളുടെ മുമ്പിലില്ല. എല്ലാ വിശ്വാസിക്കും അവിശ്വാസിക്കും
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ യാതൊരു തടസ്സമില്ല. അമ്പലത്തിൽ പോകുന്നവരുണ്ട്, പള്ളിയിൽ പോകുന്നവരുണ്ട്, ചർച്ചിൽ പോകുന്നവരുണ്ട്, എവിടെയും പോകാതിരിക്കുന്നവരുമുണ്ട്. അവർക്കെല്ലാം അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും അവർക്കെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വർഗപ്രസ്ഥാനം എന്ന രീതിയിൽ ചേർന്ന് മുമ്പോട്ടേക്ക് പോകാനും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല. പിന്നെ അൻവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം പി ശശിക്കെതിരായ ആരോപണമാണ്. അത് പത്രമാധ്യമ ശൃംഖലയിലും വലിയ ചോദ്യമായിട്ട് ഉന്നയിച്ചിട്ടുണ്ടായി. ഞങ്ങളതിൽ ഇപ്പോൾ രക്ഷപ്പെട്ടത് എന്താ വെച്ചാൽ, CPIM സംസ്ഥാന കമ്മിറ്റിക്ക് ശശിയുമായിട്ട് ബന്ധപ്പെട്ട കത്ത് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ എന്താ കത്ത് കൊടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ. ഞങ്ങൾ മൂടി വെച്ചു എന്നല്ലേ പിന്നെ വിചാരിക്കുക. അപ്പോൾ ഇപ്പോൾ ഉണ്ടായൊരു ഗുണം, അൻവർ ആ കത്ത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. പ്രസിദ്ധീകരിച്ചപ്പോഴാണ് മനസ്സിലായതിൽ അതിൽ കാതലായ ഒരു പ്രശ്നവുമില്ല, ഒരു കാര്യവും അതിൻ്റെ അകത്തില്ല. ശശിയെ ബോധപൂർവം അവമാനിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയോഗങ്ങളല്ലാതെ എന്തെങ്കിലും ഒരു തെളിവോ എന്തെങ്കിലും ഒരു കാര്യമോ ആ കത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുമ്പിൽ എത്തിയിട്ടില്ല, പാർട്ടിയുടെ മുമ്പിൽ എത്തിയിട്ടില്ല. അത് ഞങ്ങൾ പുറത്തുവിടാത്തത് കൊണ്ട് അതിപ്പോൾ അൻവർ തന്നെ പുറത്തു വിട്ടിരിക്കുന്നു. ആ വിട്ടത് തീർച്ചയായിട്ടും തെളിവായി സഖാവ് പി ശശിക്ക് കേസ് കൊടുക്കാനുള്ള ഒരു സാധ്യത വന്നു ചേർന്നിരിക്കുന്നു. കേസ് നൽകിയിരിക്കുകയാണ്. മാനനഷ്ട കേസ് ആവശ്യമായ രീതിയിലുള്ള നോട്ടീസ് ഇപ്പോൾ അയച്ചിരിക്കുകയാണ്. പിന്നെ റിയാസിനെതിരായിട്ടാണ്. റിയാസുമായിട്ട് വലിയ അടുപ്പമുണ്ടായിരുന്നയാളാണ്. റിയാസിന് അനുകൂലമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഈ അൻവർ. പക്ഷേ ആ അൻവർ പിന്നീട് റിയാസിനെതിരായിട്ട് വരികയാണ്. റിയാസ് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് കേരള രാഷ്ട്രീയത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് MLA ആവുകയും മന്ത്രിയാവുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം തെറ്റായ ചില പ്രവണതകൾ മുമ്പോട്ടേക്ക് വെച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഉൾപാർട്ടി ജനാധിപത്യമില്ല എന്ന പ്രചരണം തികച്ചും തെറ്റായ കാര്യമാണ്. നിങ്ങളെ പത്രക്കാരെന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വലിയ ചർച്ചയായിരുന്നു എന്നാണ്, അല്ലേ? വലിയ തർക്കമായിരുന്നു, വലിയ ചർച്ചയായിരുന്നു, വിമർശനമായിരുന്നു എന്നാണ്. വിമർശനം ഇല്ലെങ്കിൽ പിന്നെ പാർട്ടിയില്ല. അതുകൊണ്ട് നല്ല വിമർശനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയും വിമർശനം ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഉൾപാർട്ടി ജനാധിപത്യമില്ല എന്നത് പച്ച കള്ളം. പാർട്ടിക്കകത്ത് പൂർണ്ണമായി ഏത് മെമ്പർക്കും ആരെപ്പറ്റിയും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ അവകാശമുണ്ട്. പാർട്ടി സമ്മേളനങ്ങളിൽ അത് പൂർണ്ണമായിട്ട് പാർട്ടി സഖാക്കൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിലൂടെ ദേശീയ ജനറൽ സെക്രട്ടറി ആരിഫ് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘം RSSുമായി ചർച്ച നടത്തി എന്നുള്ളതാണ്. എന്തിനാണ് RSSുമായിട്ട് ജമാഅത്തെ ഇസ്ലാം ചർച്ച ചെയ്യുന്നത്? ആരിഫ് അലി ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ കേരള അമീർ കൂടിയാണ്. എന്ത് ചർച്ചയാണ് ഇവർ നടത്തിയത് എന്ന് അന്നും ഇന്നും അവർ വ്യക്തമാക്കിയിട്ടില്ല. സ്വാഭാവികമായിട്ടും വർഗീയത പരസ്പരം ശക്തിപ്പെടുത്തുന്ന രണ്ട് വിഭാഗങ്ങളാണ്. അവർ ശത്രുതാപരമായിട്ട് കാര്യങ്ങൾ നടിക്കുമെങ്കിലും രണ്ടും പരസ്പരം ശക്തിപ്പെടുത്തുന്ന രണ്ട് വർഗീയ വിഭാഗങ്ങളാണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് നമ്മളതിനെ കാണേണ്ടത്. രണ്ടും പരസ്പരം ശക്തിപ്പെടുത്തുന്നതുമാണ്. ഈ കാര്യം അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ലീഗും SDPIയും ജമാഅത്ത് ഇസ്ലാം ചേർന്ന് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിൽ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടത്തിയത്. ആ പ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ ജനാധിപത്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രാപ്തമാക്കുന്നതിന് പകരം വർഗീയതയിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ മുസ്ലിം ലീഗും SDPIയും ജമാഅത്ത് ഇസ്ലാമും ചേർന്നുകൊണ്ടുള്ള ഒരു ഐക്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇത് ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ തീവ്രവാദപരമായ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുക എന്ന SDPIയുടെ നിലപാടാണ് ഇപ്പോഴും ചേർന്ന് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. BJPക്ക് വളരാനുള്ള മണ്ണൊരുക്കുകയാണ് ഇതുവഴി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കകത്ത് രൂപപ്പെടേണ്ടുന്ന ജനാധിപത്യപരമായ മുന്നേറ്റങ്ങളെയും പ്രതിരോധത്തെയും അത് തകർക്കുന്ന സമീപനത്തിലേക്കാണ് നയിക്കുക. അതുകൊണ്ട് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മതനിരപേക്ഷ ഉള്ളടക്കത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ മറ്റവർ ഇസ്ലാം രാഷ്ട്രം വേണം എന്ന് പറയുന്നവർ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനവിരുദ്ധ നിലപാടുകൾ, തീവ്രവാദ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ്. അത് വളരെ ഗൗരവപൂർവ്വം തന്നെയാണ് ഞാൻ പറയുന്നത്. ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതക്ക് വളരാനുള്ള
പശ്ചാത്തലമാണ് ഒരുക്കുക എന്നത് മതനിരപേക്ഷ ഉള്ളടക്കത്തിന് വേണ്ടി നിലകൊള്ളുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാ പ്രതിലോമ ശക്തികളും ഒന്നായി ചേർന്ന് പാർട്ടിക്കെതിരെയും ഗവൺമെന്റിനെതിരെയും ഇത്തരത്തിലുള്ള കൂട്ടായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെല്ലാം പ്രതിരോധിക്കുന്നതിന് നമുക്ക് തീർച്ചയായിട്ടും യോജിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സഖാവ് KT ജലീൽ MLA സ്വീകരിച്ച നിലപാട് ശ്രദ്ധേയമായ ഒന്നാണ്. കാരണം 2-ാം തീയതി എന്തോ അത്ഭുതം സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പത്രക്കാരെല്ലാം ആദ്യഘട്ടം പോയത്. പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരല്ല എന്ന് കണ്ടപ്പോൾ നിങ്ങൾ ആ പരിപാടി തന്നെ ഉപേക്ഷിച്ച് പോകുന്ന നിലയിലേക്ക് എത്തി. എത്ര വ്യക്തമായ രാഷ്ട്രീയമാണ് നിങ്ങൾ കാണിക്കുന്നത്. എന്തോ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പറയാൻ പോവാണ് ജലീൽ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഒത്തുകൂടി. പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഇല്ല എന്ന് മനസ്സിലായപ്പോൾ പ്രക്ഷേപണത്തിൽ തന്നെ പിൻവാങ്ങി. ഇതെല്ലാം അവസരവാദപരമായ രാഷ്ട്രീയം എന്നല്ലാണ്ട് വേറെ എന്താ ഇതിനെല്ലാം പറയാം. അപ്പോൾ സ്വാഭാവികമായും മാധ്യമരംഗത്തെ പ്രവർത്തനത്തിൽ നല്ല പ്രാധാന്യമുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അല്ല, പ്രാധാന്യം ഇല്ല എന്നുള്ളതല്ല, ആശയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നമുക്ക് നല്ല പങ്കുവഹിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും വലതുപക്ഷ ആശയങ്ങളുമാണ് നിർമ്മിക്കുന്നത്. അത് അവസരവാദപരമായ നിലയിലാണ് നിങ്ങൾ കുറെ കാലമായിട്ട് തുടരുന്നത്. ഇത് കുറേയും കൂടി തുടരുമ്പോൾ ഇതിനെ തുറന്നു കാണിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോവുക എന്നുള്ള സമീപനമാണ് പാർട്ടിക്ക് സ്വീകരിക്കാനുള്ളത്. എല്ലാ കാലവും ഇതേപോലെ പോകും എന്ന് നിങ്ങൾ ധരിക്കാൻ പാടില്ല. ഞങ്ങളിത് പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വഴിയും അതിനുശേഷമുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെയും ഇത്തരത്തിലുള്ള കൂട്ടായ്മ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെന്റിനുമെതിരായി ഉണ്ടാവും എന്ന കാര്യം ഞങ്ങൾ കൃത്യമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് യേശുന്നത് പോലെ ഇത് തുടർച്ചയായി വന്നാൽ ജനങ്ങൾ കൃത്യമായിട്ട് വരികൾക്കിടയിൽ വായിക്കുകയും കാണുന്നതിൻ്റെ അപ്പുറം കാണുകയും ചെയ്യാനുള്ള ശീലം അവർക്ക് കിട്ടിയാൽ നിങ്ങളെ തിരിച്ചറിയും. നിങ്ങളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തുകയും ചെയ്യും. ഇങ്ങനെ കൂട്ടായ്മയിലൂടെ പാർട്ടിയെ ശക്തിപ്പെടുത്തും. ദേശാഭിമാനി അതുപോലെ കൈരളി തുടങ്ങിയിട്ടുള്ള മാധ്യമങ്ങളാണ് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നത്. അത് നിങ്ങളുടെ എല്ലാം കണ്ണിലെ കരടായിട്ടാണ് തോന്നുന്നത്. ഏതായാലും അതിശക്തിയായ രീതിയിൽ ഈ കള്ളപ്രചാരവേലയെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി നല്ല നിശ്ചയദാർഢ്യത്തോടുകൂടി തന്നെ പാർട്ടി മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. തെറ്റുതിരുത്തൽ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ പാർട്ടി സമ്മേളനങ്ങളിലൂടെ മുന്നോട്ടേക്ക് പോകുമ്പോൾ കൃത്യമായി പാർട്ടിയെ ഒരു പുതിയ ദിശയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല പ്രവർത്തനമാണ് ബ്രാഞ്ച് സമ്മേളനത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പങ്കാളിത്തം അങ്ങനെയാണ്, ചർച്ചകൾ അങ്ങനെയാണ്. ഇനി അങ്ങോട്ട് ഈ ലോക്കൽ സമ്മേളനങ്ങളിലും വരാൻ പോകുന്നത് അത് തന്നെയാണ്. പാർട്ടി വളരെ ഫലപ്രദമായിട്ട് മുന്നോട്ടേക്ക് നീങ്ങുന്നതിന് വേണ്ടി അതിൻ്റെ തിരുത്തിരുത്തൽ രേഖ ഉൾപ്പെടെ ചേർത്ത് ചർച്ച ചെയ്ത് പാർട്ടിയെ നവീകരിച്ച് മുമ്പോട്ടേക്ക് പോവുക എന്ന പ്രക്രിയയിൽ തെറ്റായ ഒരു നിലപാടിനെയും ഒരു തരത്തിലും വെച്ച് ഉറപ്പിക്കാൻ ഈ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. അത് വെറുതെ കേവലമായ ഒരു വിശദീകരണം മാത്രമല്ല, ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളിലും പാർട്ടി അപ്പോൾ ഇടപെട്ടുകൊണ്ട് എല്ലാ ദുർബലതയെയും കൃത്യമായി കണ്ടറിഞ്ഞുകൊണ്ട് പാർട്ടി സംഘടനയാകെ ഒറ്റക്കെട്ടായി പ്രതിരോധിച്ച് പാർട്ടിക്കെതിരായിട്ട് വരുന്ന കടന്നാക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പ്രാപ്തമാകുന്ന രീതിയിൽ പാർട്ടി സഖാക്കളെ സജ്ജമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രേഖയാണ് ഇന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച ഈ രേഖ. ഇതാണ് പൊതുവായിട്ട് പറയാനുള്ളത്. അതല്ലേ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മലയാളത്തിൽ എത്ര പ്രാവശ്യമായി പറയുന്നു, ADGPയുടെ ഭാഗത്തു നിന്ന് വല്ല തരത്തിലുള്ള തെറ്റും ശരിയല്ലാത്ത കാര്യങ്ങളും അത് തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇപ്പോഴും DGP ഉൾപ്പെടെയുള്ള ഉയർന്ന സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ചുരുക്കം ദിവസം കൊണ്ട് അതിൻ്റെ കൃത്യമായ മറുപടി നമുക്ക് പറയാം. ധൃതിപ്പെടണ്ട എന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞാണ്, ഇപ്രാവശ്യവും അത് തന്നെയാണ് പറയുന്നത്. അല്ല, നിങ്ങൾക്ക് അല്ല അൻവർ, ഞങ്ങൾ പരിശോധിക്കേണ്ടുന്ന കത്തിന്റെ ഉള്ളടക്കം പൂർണ്ണമായിട്ട് നിങ്ങളുടെ കൈ കിട്ടിയല്ലോ. ലോകത്തെമ്പാടുമുള്ള ഏത് മനുഷ്യന്റെയും മുമ്പിൽ ശശിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാതിയുണ്ട്. ആ പരാതി സംബന്ധിച്ച് ഏതെങ്കിലും രീതിയിൽ പരിശോധിക്കേണ്ടതുണ്ടോ നിങ്ങൾ പറ. ഞാനതല്ലേ ചോദിക്കുന്നത്. അല്ല, ഞാൻ പറയേണ്ട കാര്യം നിങ്ങളുടെ കയ്യിലുണ്ടത്. അതന്നെയാണ് അതായത് ഞാൻ പറഞ്ഞത്, ഞാനത് ആ പറഞ്ഞത് ശരി.
ആ പറഞ്ഞത് തന്നെ ശരി. ഇപ്പോഴും അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ആവശ്യമായ രീതിയിലുള്ള പരിശോധന ഏത് ആളുടെ പേരിൽ വന്ന കത്തായാലും പരിശോധിക്കും. എന്നാൽ ഒന്നുമില്ലാതെ വ്യക്തിയല്ലേ, നിങ്ങൾ പരിശോധിച്ചോ? എന്തെങ്കിലും പറ. ഞാൻ പറഞ്ഞത് മലയാളത്തിലാണ്. ഞാൻ ഒന്നുകൂടി പറയാം. ശശിയുടെ പേരിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിക്ക് തന്ന കത്തിൽ ഉള്ളടക്കം ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ശശിയുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യവുമില്ല, ഒരു വസ്തുതയുമില്ല. പൊതുവായിട്ട് പറയുന്നത് പോലെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോഴും പൊതു സ്വത്തായിട്ട് ജനങ്ങളുടെ മുമ്പിലുണ്ട്. അത് ഞങ്ങൾ ഗോപ്യമായിട്ട് വെക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങളുടെ കയ്യിലുള്ള ആ രേഖയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തെളിവ്, ഏതെങ്കിലും ഒരു കാര്യം ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ടെങ്കിൽ ഇനിയും അവതരിപ്പിച്ചോ, ഞങ്ങളത് പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യും. പൂർണ്ണ വിശ്വസിക്കുന്നില്ല, അതാണ് ശരി. പിന്നെ എന്തിനാ വിശ്വസിക്കുന്നത്? അവിടെ ഞങ്ങൾക്ക് ഒരു PR-ഉം ഇല്ല, ഒരു PR-ന്റെയും പ്രശ്നവുമില്ല. അവിടെ പറഞ്ഞല്ലോ, നമുക്കെല്ലാം പരിചയമുള്ള സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഡൽഹിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ റിലയൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹവുമായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഒരു അഭിമുഖത്തിന് സാധ്യതയുണ്ട്, കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അഭിമുഖം കൊടുക്കുന്നതിന് എന്താ പ്രയാസമുള്ളത്? എന്നോടിപ്പോൾ ചോദിച്ചിട്ടുണ്ട്, ഹിന്ദു ഇവിടെ ഒരു അഭിമുഖം വേണമെന്ന്. എന്താ കൊടുക്കുന്നതിന് പ്രശ്നമുള്ളത്? ഞങ്ങൾക്ക് പത്രക്കാരെ കാണുന്നത് യാതൊരു ഭയവും ഇല്ലല്ലോ എന്ന് നിങ്ങൾക്കറിയാലോ. അതല്ലേ പ്രശ്നം? എന്നോടല്ല പറഞ്ഞല്ലേ, ഇവിടെ കേരളത്തിലാണ് ചോദിച്ചത്. റിപ്പോർട്ടറല്ല, എന്നോട് ചോദിച്ചത് CN മോഹനാണ്. CN മോഹനോട് ചോദിച്ച ചോദ്യത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ദിവസം വേണമെന്ന് പറയുന്നുണ്ട്, ഹിന്ദു പത്രത്തിന് ഒരു അഭിമുഖം വേണം എന്ന് പറയുന്നുണ്ട്, എപ്പോഴാണ് കൊടുക്കാൻ? ഞാൻ നമുക്ക് കൊടുക്കാം. ഞാൻ തിരുവനന്തപുരത്തുള്ള സമയത്തോ അല്ലെങ്കിൽ എവിടെയാണോ വേണ്ടത് അവിടെ കൊടുക്കാം. എന്താ കൊടുക്കുന്നതിന് പ്രശ്നം? അതിന് PR-ന്റെ ഒരു ആവശ്യം പാർട്ടിക്കുമില്ല, ഒട്ടും ഗവൺമെന്റിനുമില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാവാനിട്ടല്ല, നിങ്ങൾക്ക് മനസ്സിലായാലും ഇതൊരു വലിയ സംശയമായിട്ട് ജനങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാനാണ്. അല്ല, ആരാ എഴുതി കൊടുത്തതെന്ന് ഇപ്പോഴും വ്യക്തമല്ലല്ലോ. അത് തെറ്റായ രീതിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. കേക്ക് തെറ്റായ രീതിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആ പ്രസിദ്ധീകരിച്ചതിന്റെ ഭാഗമായിട്ട് ആ പത്രം ഭേദം പ്രകടിപ്പിച്ചു. അത്രയേ അതിൽ നമ്മൾ കാണുകയുള്ളൂ. ആര് പത്രം പറയുന്നതാണ് വിശ്വാസം എടുക്കുന്നത്? ഇല്ല, അത് തെറ്റാണ്. അതേ ഞങ്ങൾ ആ പത്രമായാലും നിരക്കില്ല, അത് നിങ്ങളായാലും നിരക്കില്ല, ആരായാലും കുഴപ്പമില്ല. അങ്ങനെയുള്ള വിമർശനം തെറ്റാണ്. PR-ന്റെ പ്രശ്നമില്ല, PR-ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അല്ലല്ല, നമ്മൾ ഒരു ഭാഗം എടുക്കുന്നില്ല. ഞാൻ എടുക്കുന്നത് ഖേദം പ്രകടിപ്പിച്ചു എന്നുള്ളതല്ലേ വസ്തുത. അതായത് വരാൻ പാടില്ലാത്ത ഒരു കാര്യം വന്നിരിക്കുന്നു എന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്നുള്ള കാര്യം പരസ്യമായി പറഞ്ഞിരിക്കുന്നു. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു പൊതു സ്വത്താണ്, നിങ്ങളെല്ലാം കയ്യിലുള്ളതാണ്. അല്ല, PR ഏജൻസിയായിട്ട് ഞങ്ങൾ യാതൊരു ബന്ധമില്ല. ഇല്ലാതെ ഞങ്ങൾ അംഗീകരിക്കാൻ പറ്റുമോ? ആരെങ്കിലും പറഞ്ഞാൽ PR എനിക്ക് PR ഒന്നും എന്ത് PR? ഏത് PR? ഞാനിനി അതിൽ വിശദീകരണം ചെയ്യുന്നില്ല, വെറുതെ ആവശ്യമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് മലയാള മനോരമക്ക് ഇതേരി പറഞ്ഞുകൊണ്ട് അടുത്ത പ്രാവശ്യം ഒരു 10 ചോദ്യം കൂടി ചോദിക്കണം. ആ ചോദ്യത്തിൽ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞോളാം. കൃത്യമായ മറുപടി ഞാൻ പറയുകയാണ്. ഒരു PR-ഉം ഇല്ല. അത് കഴിഞ്ഞു. ഇനി വേറെ ചോദ്യം. ആര് അത് വന്നത് തെറ്റാണെന്ന് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവസാനിച്ചു. അത് ഞാൻ പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഉദാഹരണം. ആരമുള്ളിന്റെ കൂർപ്പോ ചെമ്പരത്തിപ്പൂവിന്റെ ചുമപ്പോ ഏതാണ് നല്ലത് എന്ന് ഗ്രാമർ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൃത്യമായ ചോദ്യം. എന്താ ഉത്തരം? എന്താ ഉത്തരം? എന്താ? വെറുതെ ആവശ്യമില്ലാതെ താരതമ്യം ചെയ്യാം. ഒരുപാട് കാര്യം ചോദിച്ചു.
ഏജന്റ് ഉണ്ടായിരുന്നു പിണറായി പറഞ്ഞില്ല. അവിടെ ഒരാൾ പറയും കൂടി ഒരാളുടെ കൂടെ ഉണ്ടായിരുന്നു. അത് ഈ ലേഖയുടെ ഒപ്പം വന്നതായിരുന്നു എന്നാണ് ഞാൻ ധരിച്ചതെന്നാണ് പറഞ്ഞത്. പിന്നെന്താ നിങ്ങൾക്ക് എന്താ വേണ്ടിപ്പോ? അല്ല, എന്താ കാര്യം? നിങ്ങൾക്കെല്ലാം വേറെ യാതൊരു തരത്തിലുള്ള കാര്യം ചോദിക്കാനുമില്ല, പറയാനുമില്ല. എന്നിട്ട് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആന വണ്ണത്തിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും പറയണ്ടേ? ഒരു കാര്യമില്ല, പറയണ്ട, ഒരു കാര്യമില്ല. എല്ലാം പറഞ്ഞു കഴിഞ്ഞാണ്, ഇനി ഒന്നും പറയാനില്ല. ഒഴിഞ്ഞൊന്നും മാറുന്നില്ല. ഒഴിഞ്ഞു മാറാം. ഇത് നിങ്ങളോടാ ഒഴിഞ്ഞു മാറണ്ടേ? ഒഴിഞ്ഞു മാറുന്നു. എന്നിട്ട് നാളെ പറയും ഗോവിന്ദ മാഷ് ക്ഷോഭിച്ചു. ഞാൻ ക്ഷോഭിച്ചില്ല കേട്ടാ. വെറുതെ ചോദ്യം ചോദിച്ചോളൂ. ഉണ്ടാക്കുന്നതാണ്. ഇല്ലാതാണ്. ഗുരുതരമായ പ്രശ്നമാണ്. ആലോചിച്ചു, അന്വേഷിച്ചു. പരിശോധിച്ചോട്ടെ. ഞങ്ങൾക്കത് പരിശോധിക്കേണ്ട കാര്യമില്ല. ആവശ്യമില്ലാത്ത കാര്യത്തിന് മേലെ പിന്നിൽ പോകേണ്ട കാര്യം നമുക്കെന്താ ഉള്ളത്? നിങ്ങൾക്ക് നാളെ പത്രത്തിൽ വരുത്താൻ വേണ്ടി ഒരു വാർത്ത വേണം. ആ വാർത്തക്ക് വേണ്ടി ഞങ്ങൾ അതിന്റെ പിന്നിൽ പോകേണ്ട നടത്തേണ്ട ചില കാര്യമുണ്ട്. ഒരു ആവശ്യമില്ല സുബ്രഹ്മണ്യം. അത് നോക്കിക്കോട്ടെ, എങ്ങനെ പരിശോധിച്ചു പോട്ടെ. ഞങ്ങൾക്ക് അതിന്റെ എതിർപ്പതില്ല. സുബ്രഹ്മണ്യം നിങ്ങൾ കുറെ ദിവസമായില്ലേ ഈ പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് അല്ലേ? ഇനിയിപ്പോൾ അത് പിണറായി ഇന്നലെ പറഞ്ഞതോടുകൂടി അത് പൂർണ്ണമാവേണ്ടതാണ്. നിങ്ങൾക്ക് ഇനിയും പൂർണ്ണമാകുന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞിട്ട് പൂർണ്ണമാക്കാൻ വേണ്ടി ശ്രമിച്ചാലും നിങ്ങൾക്കത് പൂർണ്ണമാവില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും ഗവൺമെന്റ് വിരുദ്ധവുമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ആശയം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ എത്ര പറഞ്ഞാലും അത് നിങ്ങൾക്ക് ബോധ്യാവില്ല. ആ ബോധ്യാവാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ മുൻവിധിയാണ്. നിങ്ങൾക്ക് കൃത്യമായ മുൻവിധിയുണ്ട്, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉദ്ദേശമുണ്ട്, താല്പര്യമുണ്ട്. അത് വർഗപരം കൂടിയാണ്. തെറ്റൊന്നല്ല. നിങ്ങളെ ശരി മതി. കണ്ടുപിടിക്കാം. അതിനെ ചരിത്രം തന്നെ കണ്ടുപിടിച്ചോളൂ. നിങ്ങൾക്ക് നാളെ വാർത്ത എഴുതാൻ വേണ്ടി ഞാനിത് പറയണം എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം. ഞാനിത് പറയാൻ പോകുന്നില്ല. അത് 2 മാസം വിസിറ്റ് വിസയിലേക്ക് ദുബായിൽ പോകുന്ന ആൾക്ക് താമസ സൗകര്യം കൊടുക്കുക. അതിലെ പ്രധാനപ്പെട്ട ഒരാൾ അമാന ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ആൾ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്തു. ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അടുത്ത നേതാവ് കൂടിയാണ്. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ ലീഗിന്റെ മുനീറിനടക്കം എന്തുകൊണ്ട് ദുരൂഹത പുറത്തു വരുന്നു? നാട്ടിലെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അതിന്റെ സംശയം പോരെ? കണ്ടതാണ്. അതായത് എനിക്കതിൽ അനുഭവമൊന്നുമില്ല. ഇമാതിരിയുള്ള നിരവധി ആളുകളുമായിട്ട് ഇവർക്കെല്ലാം നല്ല ബന്ധമുണ്ട്. അതെല്ലാം മൂടി വെച്ചിട്ട് പിണറായിക്കെതിരായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടും ഇല്ലാത്ത കാര്യം പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടി നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അവർ ഓരോരുത്തരെ പറ്റി കൃത്യമായിട്ട് അന്വേഷിച്ച് തിരിഞ്ഞു പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് തന്നെ അതിന്റെ എല്ലാം ഉള്ളടക്കം മുഴുവൻ കിട്ടും. ദോഷമാണ്. അതുകൊണ്ട് അവർ പിൻവലിച്ചത് ദോഷമാണ്. അത് പിൻവലിച്ചതോടുകൂടി ആ ദോഷം പോയി, മുള്ളു പോയി. അതാ ഞാൻ പറഞ്ഞത്. അത് മുള്ളു അതോടുകൂടി പോയില്ലേ ആ പ്രഖ്യാപനത്തോടുകൂടി. അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ വന്നത് ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്നതോടുകൂടി കാര്യം ശരിയായി. അക്ഷരാഭ്യാസമുള്ളവരും വായിക്കുന്നവരല്ലേ കേരളീയ ജനങ്ങൾ. അപ്പൊ അവർക്കത് തരും. ഇല്ലില്ല, ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല. ചോദിക്കണം. അല്ല, നിങ്ങൾ പറഞ്ഞാൽ ചോദിക്കാം. നോക്കാം. പറയാം. അല്ലല്ല, സുബ്രഹ്മണ്യ പാർട്ടി അംഗമൊന്നുമില്ല. അനുഭാവം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒന്നുമില്ല. കൂടി കഴിക്കാം. പിന്നെന്താ, ഞങ്ങളെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കല്ലേ. അന്വേഷണം നടത്തട്ടെ. CPI പറയുന്നത് ഞങ്ങൾ ആവർത്തിച്ചുകൊള്ളുന്നുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ബോധ്യമുണ്ട്. ആ ബോധ്യം അടിസ്ഥാനപ്പെടുത്തിയിട്ട് എല്ലാം കാത്തിരിക്കുകയാണ്. അത് അന്വേഷണം വന്നതിന് ശേഷം ശരിയായ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുമെന്നുള്ള ഉറച്ച നിലപാടാണ് CPM-ന്.
അല്ല, എന്താ വിഷയം എന്നുള്ളതെല്ലാം പരിശോധിച്ച് വരട്ടെ എന്ന്. നിങ്ങൾ അഡ്വാൻസായിട്ട് വേണ്ടാത്ത കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അന്വേഷണം വേണമെന്നുള്ളതുമാണ്. തെറ്റായ എന്തെങ്കിലും നിലപാടുണ്ടെങ്കിൽ അത് ഗൗരവതരമായി കണ്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നാണ് CPM-ന്റെ അഭിപ്രായം. ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഹിന്ദു അതിന്റെ എല്ലാ മാന്യതയും വെച്ച് നിങ്ങൾക്കൊന്നുമില്ലാതെ കേരളത്തിലെ ഒരു മാധ്യമത്തിനും പ്രത്യേകമായിട്ട് അവകാശപ്പെടാനില്ലാതെ ഈ ഒരു മാന്യത തെശവ് പറ്റിപ്പോയി ഖേദിക്കുന്നു എന്ന് പറയേണ്ടി വന്നത് ദേശീയ പത്രമായ ഹിന്ദുവിനാണ്. അത്ര അതിന്റെ അപ്പുറത്ത് വേറൊന്നും വേണ്ട. PR ഏജൻസി ഞങ്ങളെ അവര് പറഞ്ഞത് തന്നെ ശരി, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ഞാൻ പറയാം. അത് അംഗീകരിക്കുന്നില്ല, ഇല്ലാതെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അങ്ങനെയല്ല, എങ്ങനെയും കണ്ടാലും അത് തന്നെയാണ്. ഞങ്ങൾ അങ്ങനെ ഒരു PR ഏജൻസി അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വേണ്ട, എന്നാലേ അംഗീകരിക്കുള്ളൂ. നിങ്ങൾ എന്തൊരു ചോദ്യം ഞാൻ പറയുന്നത് കേക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ കുറേ പറഞ്ഞല്ലോ. അതായത് PR ഏജൻസി ഉണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടത് ആരാ? ഗവൺമെന്റാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ്. PR ഏജൻസി ഇല്ല എന്ന് പറഞ്ഞു, അതോടുകൂടി അത് തീർന്നില്ലേ? പിന്നെ നിങ്ങൾ പിന്നെ അതിന്റെ മേലെ വീണ്ടും പോയി ആവശ്യമില്ലാതെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു ഗവൺമെന്റിന്റെ ഏറ്റവും വസ്തുനിഷ്ഠമായിട്ട് കാര്യം അതാണ്. ഇനി നിങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കൊണ്ട്, ഗവൺമെന്റ് വിരുദ്ധത കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അത്രയേ ഉള്ളൂ. ഈ സൂത്രല്ലേ എത്ര കൊല്ലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരാ ഞങ്ങൾ. ഇമാതിരി ചോദ്യവും ഈ ചോദ്യത്തിന്റെ കുരുക്കുമെല്ലാം എത്ര കൊല്ലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നയാ. ഡയറക്റ്റ് എഴുതി അറിയില്ല. വേണം അന്വേഷിക്കാം, നോക്കാം. നമുക്ക് തിരക്കില്ല. അതിന് ഒരു ജാഗ്രത ഉണ്ടാവും. നിങ്ങൾക്ക് ജാഗ്രത ഉണ്ടെങ്കിൽ നിങ്ങളുടെ പത്രപ്രവർത്തനത്തിന്റെ മിടുക്ക് കൊണ്ട് അത് കണ്ടുപിടിച്ചോ. ഹിന്ദു മാന്യമായ പത്രമാണെന്ന് പറഞ്ഞത് നിങ്ങളെപ്പോലെ അല്ല എന്ന് പറയാൻ ആവേശികമായിട്ട് ഞാൻ പറഞ്ഞത്. നിങ്ങളാണെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്ന പ്രശ്നമില്ല. എന്ത് കളവ് പറഞ്ഞാലും ആ കളവ് ഞങ്ങൾക്ക് പറ്റിയ എന്ന് പറയുന്ന അത്യപൂർവം ചില മാധ്യമവും കേരളത്തിലുണ്ടായിട്ടുണ്ടെന്നല്ലാണ്ട് നിങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു മാധ്യമവും അതൊന്നും ഒരു തരത്തിലും അംഗീകരിക്കുന്നതല്ല. എന്ത് കളവ് അവതരിപ്പിച്ചാലും ആ കളവ് അവതരിപ്പിക്കുന്നതിന് മേലെ ഞങ്ങൾ പിടിച്ച മുയലിന് 2 കൊമ്പുണ്ട് എന്ന് പറയുന്നത് തന്നെ നിൽക്കുന്നവരാണ് ഇവിടുത്തെ കേരളത്തിലെ പത്രപ്രവർത്തനത്തിന്റെ രീതി. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ നിലപാടാണ് ഹിന്ദു പത്രം സ്വീകരിച്ചത്. ഇനി നമുക്ക് മതിയാക്കാം ഹിന്ദു പത്രം. അൻവർ ചോദിക്കാൻ അൻവറല്ല ഈ അധ്യായത്തിനെ മാറി വെറുതെ അധ്യായം അൻവർ പറഞ്ഞോണ്ടിരിക്കുന്നു. അതൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നയ നേതാവിന്റെ പിന്തുണ ഉണ്ടായാലും നടക്കില്ല. ഒരു നേതാവിന്റെയും പിന്തുണയില്ല, ഒരു അനുഭാവിന്റെയും പിന്തുണയില്ലാത്ത അവസ്ഥയിലേക്കാണ് അൻവർ എത്തിക്കൊണ്ടിരിക്കുന്നത്. UDF-ന്റെ പിന്തുണ ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്ക്. ഇനി ഞാൻ പറയുന്നത് അൻവറിന് പിന്തുണ ആരതാ? UDF-ന്റെ പിന്തുണയുണ്ട്, ജമാഅത്ത് ഇസ്ലാമിന്റെ പിന്തുണയുണ്ട്, SDPI-യുടെ പിന്തുണയുണ്ട്. ഇനിയിപ്പോ വേറെ ഏതെങ്കിലും വർഗീയ ശക്തികൾ ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാം പിന്തുണയുണ്ടെന്ന് കണ്ടാൽ മതി. ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പിന്തുണയും അതിനില്ല. ഒരു കണ്ണൂരിലെ ശക്തനുമില്ല. അതെല്ലാം കളവാണ്, എല്ലാം കളവാണ്. അൻവറിനൊന്നും കോട്ടിയാൻ തന്നെ പറ്റില്ല. എല്ലാം ഞങ്ങൾ അത് പൂർണ്ണമായിട്ട് ആ ബന്ധം ഉപേക്ഷിച്ച് കളഞ്ഞതാണ്. പാർട്ടിക്ക് ഒറ്റ പരാതി തന്നില്ല ഇതുവരെ. ആദ്യമായിട്ട് ഒരു പരാതി തന്നിന് അത് അദ്ദേഹം പരസ്യപ്പെടുത്തുകയും ചെയ്യും. പിന്നെ വായിച്ചോട്ടെ, നിങ്ങളെല്ലാം വായിക്കും. ഞങ്ങൾക്ക് വേറൊരു പരാതി ഇതുവരെ തന്നില്ല. പിന്നെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു. ഇല്ല, ദോഷമാണെന്ന് തോന്നുന്നില്ല. അൻവർ ഉൾപ്പെടെയുള്ള നിരവധി സ്വതന്ത്രന്മാരെ മലപ്പുറം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാക്കുകയും തോൽക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ പ്രക്രിയയിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടത്ര സ്വാധീനമില്ലാതിരുന്ന മലപ്പുറം ജില്ലയിൽ ഏതാണ്ട് വളരെ ശക്തിയായിട്ട് മത്സരിക്കാനുള്ള സ്വാധീനത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആ മലപ്പുറം ജില്ലയിൽ എത്തിയത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇത്തരത്തിലുള്ള നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്തോ പെശകുപറ്റിപ്പോയി എന്നുള്ളത് ശരിയാൾ നിന്നിട്ടുണ്ട്, ഉറപ്പായി നിന്നിട്ടുണ്ട്.
അതുകൊണ്ട് ഇയാൾ ഉള്ളത് കൊണ്ടുണ്ടായിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇതോടുകൂടി അവസാനിച്ചൊന്നും ഞങ്ങൾ കാണുന്നില്ല. മലപ്പുറം ജില്ല എല്ലാവരുടെയും ജില്ലയാണ്. ഇതിപ്പോൾ ആരെങ്കിലും ഒരു ജില്ലയൊന്നുമല്ല. മലപ്പുറം ജില്ല ഉണ്ടാക്കിയതിന് 1967 സഖാ VMSന്റെ ഗവൺമെന്റ് അല്ലേ. അന്ന് കോൺഗ്രസും ജനസംഘവും കൂടി ചേർന്നിട്ടാണ് സമരം നടത്തിയത്. അതെതിരായിട്ട് ജനസംഘവും അതുപോലെ തന്നെ കോൺഗ്രസും ഒപ്പം ചേർന്ന് അവിടെ സമരം നടത്തിയതാണ്. കേരളത്തിലൊരു പാകിസ്ഥാൻ വരാൻ പോവുകയാണ്, കുട്ടി പാകിസ്ഥാൻ വരാൻ പോവുകയാണെന്നാണ് RSR എന്ന് പറഞ്ഞത്. അപ്പോൾ ജില്ലയിലെ അട്ടിപ്പാറൊന്നും ആരും അവകാശപ്പെടേണ്ട. ജില്ലാ സംവിധാനത്തിന് വേണ്ടി വളരെ ഫലപ്രദമായിട്ട് പ്രവർത്തിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും അന്നത്തെ മുഖ്യമന്ത്രി സഖാ VMSും തന്നെയാണ്. ഒരു പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ല എന്ന രീതിയിൽ ആ ജില്ലയെ ഉയർത്തിക്കൊണ്ടുവരാനാണ്. 57 വരെ എന്തായിരുന്നു കേരളത്തിന്റെ അവസ്ഥ? മുസ്ലിങ്ങൾ 2ാം പൗരന്മാരായിരുന്നില്ലേ? ഇതെല്ലാം പഠിക്കുന്നതല്ല. വളരെ ഗൗരവപൂർവ്വം തന്നെയാണ് പറയുന്നത്. 57 പോലീസ് വെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, മുസ്ലിം ആണെങ്കിൽ MSPയിൽ സ്ഥാനം ഉണ്ടായിരുന്നില്ല, MSPയിൽ എടുക്കുമായിരുന്നില്ല. 57 സഖാ VMSന്റെ ഗവൺമെന്റാണ് അത് മാറ്റിയത്. ഒരു പള്ളി ഉണ്ടാക്കണമെങ്കിൽ 1000 പ്രാവശ്യം നടന്നാലും സാധിക്കുമായിരുന്നില്ല. മറ്റെല്ലാ ആരാധനാലയങ്ങളെ പോലെ പള്ളി ഉണ്ടാക്കാൻ തീരുമാനിച്ച 57 സഖാ VMSന്റെ ഗവൺമെന്റാണ്. അതുകൊണ്ട് പള്ളിയും അതുപോലെ തന്നെ ക്ഷേത്രവും വിശ്വാസവും മലപ്പുറവും ഒന്നും ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ട് കടക്കാൻ നോക്കണ്ട. എല്ലാ വർഗീയവാദികളുടെയും എല്ലാ വർഗീയ നിലപാടുകളെയും എതിർത്തുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മലപ്പുറം ജില്ലയിലും അതിശക്തിയായ ഒരു പ്രസ്ഥാനമായിട്ട് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് മലപ്പുറത്തിന്റെ പേര് ഉപയോഗിച്ചിട്ട് വർഗീയവാദികളുടെ എല്ലാം കേന്ദ്രമായിട്ടാണ് അതിനെ കാണുന്നതെന്നുള്ള ഒരു തെറ്റിദ്ധാരണയും ഞങ്ങൾക്കില്ല. മലപ്പുറം എല്ലാവരുടെയും മലപ്പുറമാണ്. ആ മലപ്പുറത്തെ ഫലപ്രദമായ രീതിയിൽ തന്നെ മുന്നോട്ട് നയിക്കുക വേണ്ടത്. എങ്ങനെ? അല്ലെ 87 ഇതൊന്നും രണ്ടും രണ്ടല്ലേ? അന്നത്തെ കാലത്ത് മൂർത്തമായ കാലല്ലേ പരിശോധിക്കണത്. ഞാൻ ഡൽഹി പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ട് അവർ തന്നെ ഇങ്ങനെ നോക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പൊ ഞാനിപ്പോൾ ഉറപ്പിച്ച് പറയാണ്, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഉൾപ്പെടെ എല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും പാർട്ടിക്കുമെതിരായിട്ട് തിരിയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഒരു പ്രത്യേക കൂട്ടുകെട്ടാണ്. അതിനെതിരായിട്ടുള്ള അതിശക്തിയായ ജനകീയ മുന്നേറ്റമാണ് കേരളത്തിൽ പാർട്ടി ഉദ്ദേശിക്കുന്നത്. 87 ചായയല്ല, അത് 87. ഇത് 2024. ശരി, നിർത്താലേ. ഇനി 57 ഒരു വോട്ടോ സംഭവിച്ചില്ല. അങ്ങനെ പറഞ്ഞാൽ അതായത് പണ്ടാരോ പറഞ്ഞ പോലെ തുമ്പിയാൽ തെറിക്കുന്നതാണ് മൂക്കെങ്കിൽ പിന്നെ ആ മൂക്കിന് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എത്ര പ്രാവശ്യം തുമ്മേണ്ടി വരും, എത്ര പ്രാവശ്യം മൂക്ക് തെറിക്കും. അതുകൊണ്ട് അമ്മാതിരി വർത്തമാനത്തിനൊന്നും പുറപ്പെടേണ്ട. ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. മലപ്പുറം ജില്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം തന്നെയാണ്. വേറെ ആരുടെയോ ഒരു കേന്ദ്രമാണെന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ട് അതിന്റെ മേലെ തെറ്റായ ഒരു പ്രവണതയും ഉണ്ടാക്കണ്ട. ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് മലപ്പുറത്തെ പറ്റി. ഭയപ്പെടുന്നു? ഇല്ലില്ല. അൻവറിനെ മാത്രമല്ല ആരെയും. അൻവറിന്റെ കാര്യം ഞങ്ങൾ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതോട് തീർന്നില്ലേ? ഞങ്ങൾക്കത് പ്രശ്നമുള്ള കാര്യമല്ല. അത് പ്രഖ്യാപിക്കുന്ന ആ നിമിഷം വരെ ഞങ്ങൾ അൻവറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. ഞാൻ LDF അല്ല, ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർലമെന്ററി പാർട്ടി യോഗത്തിലും പോകുന്നില്ല എന്ന് അദ്ദേഹം വിശകലനം ചെയ്തതോടുകൂടി പാർട്ടി വ്യക്തമായിട്ട് ഡൽഹി പത്രസമ്മേളനത്തിലാണ് പാർട്ടിക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് ഇനി അൻവറുമായി ഒരു ബന്ധമില്ല. അങ്ങനെ തള്ളിക്കളഞ്ഞാൽ പിന്നെ അൻവറിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട യാതൊരു കാര്യമില്ല. എവിടെയാ യോഗത്തിൽ വലിയ ആളുണ്ടായിട്ടുണ്ട്? അത് മനസ്സിലായിട്ടുണ്ട്. സാഗരത്തിൽ ഞങ്ങൾ എണ്ണി പരിശോധിച്ചിട്ടുണ്ട്. എണ്ണി പരിശോധിച്ചിട്ടുണ്ട്. എല്ലാ ഏജൻസി ഞങ്ങൾ തന്നെയല്ലേ പാർട്ടി ഏജൻസി. പിന്നെ എന്ത് പാർട്ടി ഏജൻസി കൊണ്ട്? നിങ്ങൾക്കല്ലേ ഈ ഏജൻസിനെ പറ്റി ആലോചിക്കേണ്ടത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ബ്രാഞ്ചുണ്ട്, ലോക്കൽ കമ്മിറ്റി ഉണ്ട്, പാർട്ടി മെമ്പർമാരുണ്ട്. അതിലുള്ള എല്ലാ സംവിധാനവും ഞങ്ങൾക്കില്ല ഇവിടെ കേരളത്തിൽ. എവിടെ എണ്ണാൻ? അതുകൊണ്ട് ഈ പാർട്ടിക്കാരൊന്നും പോയിട്ടില്ല, ഒറ്റയാളും പോയില്ല, ഒരു പാർട്ടി മെമ്പറും പോയിട്ടില്ല. പഴയ ഇല്ലാതെ ആളുകൾ ചില ആൾ പോയിട്ടുണ്ട്. അങ്ങനെ ആകെ ഞങ്ങൾ എണ്ണി നോക്കിയപ്പോൾ ഒരു 50 ആളാണ്. 50 നമ്മളല്ല, പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നവർ. ബാക്കി SDPI ആണ്, അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമാണ്, പിന്നെ ലീഗാണ്. ഇത്രയും ആളുകളാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത്. കൃത്യമായിട്ട് എണ്ണി തയ്യാറാക്കിയിട്ടുള്ള ആളുകളുടെ കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്. കോൺഗ്രസ് കുറച്ചുണ്ട്, ചെറിയ ലീഗാണുള്ളത്. പിന്നെ കോൺഗ്രസ് പോകാൻ പാടില്ല എന്ന് കോൺഗ്രസ് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. 50 മിനിറ്റിലേറെ നീണ്ട CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. ഈ വാർത്താ